ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ഓഫ് നേറ. നമ്മൾ പോർട്ട് പ്ലെയറിൽ ഫ്ലൈറ്റ് ഇറങ്ങിയത് നേരെ പോയിട്ട് ടാക്സി പിടിച്ചു കേട്ടോ. നമ്മൾ ആൻഡമാനിൽ പാക്കേജ് ബുക്ക് ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ വന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കി ഇവിടെ നിന്ന് ഹാവലോക്കിലേക്കും നീലിലേക്കും തിരിച്ച് പോർട്ട് പ്ലെയറിലേക്കുള്ള ഫെറി ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു. ഓരോ ഫെറി ടിക്കറ്റിന്റെയും പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ ആള് തന്നെ നമുക്കൊരു ഹോട്ടലും സജസ്റ്റ് ചെയ്തു കേട്ടോ. അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉണ്ടായിരുന്നു. കൊണാക്ക് റെസിഡൻസി ഇവിടെയുള്ള മറ്റു ഹോട്ടലുകളെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. പെർ ഡേ 1500 ആയിരുന്നു ഇവിടുത്തെ ചാർജ്. ഇത് സീസൺ ടൈം കൂടി ആയതുകൊണ്ട് ബാക്കി എല്ലാവരും എബൌട്ട് 2000 ആണ് കേട്ടോ ചാർജ്. ഫെറി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമ്മളൊരു സ്കൂട്ടി റെന്റിൽ എടുത്തായിരുന്നു. പെർ ഡേ 600 ആണ് കേട്ടോ നമ്മൾ എടുത്തത്. ഇവിടെ ട്രാഫിക് റൂളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 2 ഹെൽമെറ്റ്സ് നിർബന്ധമാണ്. നമ്മുടെ റൂമിലെത്തിയതും കുളിച്ച് ഫ്രഷായി നേരെ വിട്ടത് സെല്ലാർ ജയിലിൽ ലൈറ്റ് ഷോ കാണാനാണ് കേട്ടോ. സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നതിനേക്കാളും കാലാപാനി ജയിൽ എന്ന് പറഞ്ഞാലായിരിക്കും കൂടുതൽ പേർക്ക് മനസ്സിലാവുക. യെസ്, നമ്മുടെ ലാലേട്ടന്റെ കാലാപാനി മൂവിയിലുള്ള ആ സെയിം ജയിൽ തന്നെ. പിന്നെ വേൾഡ് വാർ 1 ടൈമിൽ ഐലൻഡിന്റെ സംരക്ഷണത്തിനായി പോരാടിയ ഇന്ത്യൻ ബ്രിട്ടീഷ് സോൾജേഴ്സിനോടുള്ള ആദരവായി നിർമ്മിച്ച അബർഡീൻ ക്ലോക്ക് ടവറും നമുക്ക് പോകുന്ന വഴി കാണാം കേട്ടോ. അങ്ങനെ സെല്ലുലാർ ജയിലിലെത്തി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ടിക്കറ്റ് ഒന്നും അവൈലബിൾ അല്ല കേട്ടോ. സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാം ഹൗസ്ഫുൾ ആണ്. 6:30 ഷോയ്ക്കാട്ടോ നമ്മൾ വന്നത്. പക്ഷെ ആ ഷോയ്ക്ക് നമുക്ക് അടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഷോ വന്നിട്ട് 7:40 കേട്ടോ. അതിനും 8-9 സീറ്റ് മറ്റോ അവൈലബിൾ ആയിരുന്നുള്ളൂ ഓൺലൈനിൽ. ഈ കാണുന്ന ക്രൗഡ് ഫുള്ളും 6:30 ഷോയ്ക്കുള്ളതായിരുന്നു. ലൈറ്റ് ഷോയുടെ ടിക്കറ്റ് 300 പെർ ഹെഡ് ആണ് കേട്ടോ. ബട്ട് മോർണിംഗിൽ സെല്ലുലാർ ജയിൽ വിസിറ്റ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 30 റുപ്പീസേ ഉള്ളൂ കേട്ടോ ടിക്കറ്റിന്. നമ്മൾ 6:30 ഷോ പ്രതീക്ഷ പോയതുകൊണ്ട് ബാക്കിയുള്ള ടൈം കുറച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. സെല്ലുലാർ ജയിലിന്റെ ഓപ്പോസിറ്റ് നോക്കുവാണെങ്കിൽ ഇൻഡിപെൻഡൻസിന് വേണ്ടി വീരമൃത്യു വഹിച്ച പ്രശസ്തരുടെ സ്റ്റാറ്റൂസ് ഒക്കെ കാണാം കേട്ടോ നമുക്ക്. നേരിന് കുറച്ച് സ്നാക്സും മേടിച്ചു കൊടുത്ത് ഷോ തുടങ്ങുന്നവരെ കുറച്ചു നേരം അവിടെ പോയി റിലാക്സ് ചെയ്തു. ഞാനൊരു ബ്ലാക്ക് കോഫിയും കുടിച്ച് മൂടൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോഴേക്കും ഷോയ്ക്കുള്ള ടൈമുമായി. ജയിലിനകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി എല്ലാം സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് കേട്ടോ. അകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ സീറ്റ് നമ്പർ ഉണ്ട് കേട്ടോ. അതിനനുസരിച്ചിട്ടാണ് എല്ലാവരും പോയിരുന്നത്. ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതും ഞാൻ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അപ്പുറമായിരുന്നു കേട്ടോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ആ ജയിൽ തന്നെ ഒരു സ്ക്രീനായി മാറുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾക്ക്. ഇതൊരിക്കലും പറഞ്ഞറിയിക്കേണ്ടതല്ല, നേരിട്ട് തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.